മഴക്കാലത്തും സജീവമായിരിക്കുന്ന അതിഥി തൊഴിലാളി മാർക്കറ്റാണ് പെരുമ്പാവൂരിലെ സൺഡേ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലേക്കും ബംഗാളിലേക്കും എല്ലാം പോയി കഴിഞ്ഞ അതിഥി തൊഴിലാളികളെല്ലാം തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും പെരുമ്പാവൂർ സജീവമായിരിക്കുകയാണ്. ഒരു മാസക്കാലം ഇലക്ഷനും മറ്റുമായിട്ട് എല്ലാ തൊഴിലാളികളും നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അതിനുശേഷം വീണ്ടും പെരുമ്പാവൂരിലെത്തിയിരിക്കുകയാണ്. മൊബൈൽ ആക്സസറീസും മറ്റും വിൽക്കുന്ന കടകളാണ് ഈ ഏരിയയിൽ. എല്ലാം മൊബൈൽ സർവീസ് സെൻ്ററുകളാണ്, രണ്ട് സൈഡിലുണ്ട്. രാവിലെ ആയിട്ടുള്ളൂ, മഴക്കാലം ആയതുകൊണ്ട് പൊതുവെ തിരക്കായിട്ടില്ല. ടൈലറിങ് സെക്ഷനാണ് ഈ റോഡ് സൈഡിലെല്ലാം. ഇതെല്ലാം ടെക്സ്റ്റൈൽസ് ഏരിയയാണ്. സ്റ്റിച്ചിങ് യൂണിറ്റുകളാണ് ഇതെല്ലാം. കേരളത്തിലെ ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ പഠിക്കുന്ന സ്കൂളാണ് കണ്ടന്തറ UP സ്കൂള്. ഇവിടെ അടുത്താണ്, 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഏതാണ്ട് പൂർണ്ണമായ അതിഥി തൊഴിലാളികളുടെ സ്കൂളാണെന്ന് പറയാം. ഇപ്പോൾ അതിഥി തൊഴിലാളികൾ ആധാറില്ലാത്തവരെ വരെ സ്കൂളുകളിൽ ചേർക്കണമെന്ന ആവശ്യം മന്ത്രിതലത്തിൽ ശക്തമായിട്ടുണ്ട്. ആധാർ ലിങ്ക് അല്ലാത്ത കുട്ടികളെ ഉൾപ്പെടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിതലത്തിലുള്ള പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റുകൾ സജീവമാവുന്നതേ ഉള്ളൂ. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. വൈകുന്നേരങ്ങളിൽ ഏറ്റവും നൊട്ടോറിയസ് ആക്ടിവിറ്റീസിന് പേര് കേട്ട ബസ് സ്റ്റാൻഡാണ്. ഇതൊരു കോറിഡോറാണ്. ഇത് പൂർണ്ണമായിട്ടും അതിഥി തൊഴിലാളികളുടെ ഒരു ഗലി. രണ്ട് ദശാബ്ദക്കാലത്തിനുള്ളിൽ പെരുമ്പാവൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോയി എന്ന് പറയാം.
ഒരു കാലത്ത് ഏറ്റവും അധികം ക്യൂ ഉള്ള ഒരു ബാങ്കായിരുന്നു ഈ പെരുമ്പാവൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ബ്രാഞ്ച്. ഇപ്പോൾ ഗൂഗിൾ പേ വന്നതിന് ശേഷം ഇവിടുത്തെ തിരക്ക് ഒഴിവായിട്ടുണ്ട്. ഈ പെരുമ്പാവൂരിൽ ലക്കി തിയേറ്റർ ഇരുന്ന സ്ഥലമാണ്. ഇപ്പോൾ തിയേറ്റർ പൊളിച്ചു കളഞ്ഞു. മറ്റൊരു തിരക്കേറിയ മാർക്കറ്റാണ്. പച്ചക്കറികളാണ് ഇവിടെ കൂടുതലായിട്ടും വിൽപ്പന നടത്തുന്നത്. ഇതാണ് ലക്കി തിയേറ്റർ ഇരുന്ന സ്ഥലം. ഇപ്പോൾ അതൊരു ഓപ്പൺ സ്പേസ് ആയിട്ടിരിക്കുകയാണ്. അതിഥിത്തൊഴിലാളികൾ വന്ന കാലത്ത് അവർക്ക് വേണ്ടി മാത്രം കുറേ നാൾ ഈ സിനിമകളെ പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മൊബൈലിലും മറ്റും സിനിമകളെല്ലാം പ്രചാരത്തിലായതുകൊണ്ട് തിയേറ്ററുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വീണ്ടും അത് പൊളിച്ചു കളയുന്ന സ്റ്റേജിലേക്ക് എത്തി. അതിഥിത്തൊഴിലാളികൾ പൊതുവെ ബംഗാളികൾ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കൂടുതൽ ആളുകളും ബീഹാറിൽ നിന്നാണ് പെരുമ്പാവൂരിലുള്ളത്. പെരുമ്പാവൂരിൽ ആഴ്ചയിൽ 2-3 ബസ്സുകൾ ഡയറക്റ്റായിട്ട് ബീഹാറിലേക്ക് ഓടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് എന്ന് വേണ്ട നോർത്ത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. മര വ്യവസായമാണ് പെരുമ്പാവൂരിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായം. റയോൺസ് പൂട്ടിയതിന് ശേഷം ധാരാളം പ്ലൈവുഡ് കമ്പനികൾ, ഏതാണ്ട് 250 മേൽ പ്ലൈവുഡ് കമ്പനികൾ ഇവിടെയുണ്ട്. അതിലാണ് കൂടുതൽ പേരും തൊഴിലെടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൂലി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ തുച്ഛമായ കൂലി നൽകുമ്പോൾ ഇവിടെ 1000-വും 1200 രൂപയും നൽകുന്നത് കൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരാൻ ഇഷ്ടം കാണിക്കുന്നത്. അതിഥിത്തൊഴിലാളികളിൽ ഇവിടെ നിന്ന് പോയാൽ പെരുമ്പാവൂർ നിശ്ചലമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം. അത്ര എണ്ണം ആളുകളാണ് ഇവിടെ നടത്തുന്നത്. അതിഥിത്തൊഴിലാളികൾക്ക് എന്നാണോ പെരുമ്പാവൂരിൽ വോട്ടവകാശം നൽകുന്നത് അന്ന് അവിടെ അവരുടെ 2 പ്രതിനിധികൾ ഉണ്ടാകുന്നുണ്ട്. അതിനധിക കാലതാമസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല.